CPM-നുള്ളിൽ പതിവില്ലാത്ത രീതിയിൽ വലിയ അസ്വാരസ്യങ്ങളാണ് ഉണ്ടാകുന്നത്. അത് ഒരു ജില്ലയിൽ മാത്രമല്ല, പല ജില്ലകളിലുണ്ടായി. CPM വിമതരുടെ കൂട്ടായ്മ വരെ നടക്കുന്നു. ചില ആളുകൾ, അതായത് എത്രയോ കാലം CPM-ന്റെ ഉന്നത നേതൃത്വത്തിൽ ഇരുന്നവർ പുറത്തേക്ക് പോകാൻ പോകുന്നു. എന്താണ് പാർട്ടിക്കുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ഇടതുമുന്നണി അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്നൊരു വിവരം കിട്ടിയപ്പോൾ ഈ എം വി ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ പിണറായിക്കിട്ട് പണിയ എന്നാണ് ഉന്നത പാർട്ടി വൃത്തങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുന്ന വർത്തമാനം. ഒരു കാരണവശാലും പിണറായി വിജയൻ ജയിച്ച് മൂന്നാമത്തെ ഊഴത്തിൽ മുഖ്യമന്ത്രി ആകരുത് എന്ന് പാർട്ടിക്കകത്ത് എം വി ഗോവിന്ദനും തോമസ് ഐസക്കും MA ബേബിയും ഒക്കെ ഉൾപ്പെടുന്ന കുറുമുന്നണിക്ക് വലിയ താല്പര്യമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്നുവെച്ചാൽ പിണറായി വിരുദ്ധ ചേരി കൂടുതൽ ശക്തമാകുന്നു അർത്ഥം. അതെ, അത് ആ കണ്ണൂരിലെ സ്ഥാനാർത്ഥികളെ ശരിക്കും സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ തന്നെ പിണറായി വിജയനിട്ട് പണിതിരിക്കുകയാണെന്ന് വ്യക്തമാവും. അത്തരം സ്ഥാനാർത്ഥികളാണ് വന്നിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.